അഭീഷ്ടവരദായിനിയായ അമ്മ അയിലയക്ഷിയായും മഹാദേവൻ അതിമഹാകാളനായും കുടികൊള്ളുന്ന കൊടുങ്ങൂർ ദേവീക്ഷേത്രം തിരുവുത്സവത്തിനായി ഒരുങ്ങി. ഏപ്രിൽ 1 വൈകിട്ട് 5:30 തന്ത്രി പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റും. അന്നേ ദിവസം വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി വി.എൻ. വാസവൻ ഉദ്ഘാടനം ചെയ്യും. തിരുവുത്സവത്തിന്റെ 2ാം ദിനമായ ഏപ്രിൽ 2 മുതൽ 8ാം ദിവസമായ ഏപ്രിൽ 8 വരെ പകൽ 11 മണിക്ക് ഉത്സവബലിയും തുടർന്ന് ദർശനവും നടക്കും. ഏപ്രിൽ 9-ാം തീയതിയാണ് പള്ളിവേട്ട. 10ാം ദിനമായ ഏപ്രിൽ 10 രാവിലെ 10 മണിക്ക് കാവടിയാട്ടം നടക്കും. 9 സ്ഥലങ്ങളിൽ നിന്ന് എത്തുന്ന കാവടികൾ ക്ഷേത്രാങ്കണത്തിൽ സംഗമിക്കും. വൈകുന്നേരം 4:30 തിരുവാറാട്ട്. വൈകിട്ട് കുടമാറ്റവും നടക്കും. തിരുവുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മീനപൂര മഹോത്സവം 10 ദിവസമാണ് കൊണ്ടാടുന്നത്. ഏപ്രിൽ 1 കൊടിയേറി ഏപ്രിൽ 10 അവസാനിക്കുന്ന 10 ദിവസത്തെ ആഘോഷങ്ങൾ വളരെ വിപുലമായ രീതിയിൽ നടത്തുന്നതിനാണ് ഈ വർഷം ക്രമീകരണങ്ങൾ നടന്നിരിക്കുന്നത്. ക്ഷേത്രത്തിനുള്ളിലെ താന്ത്രിക വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ പൂർവാധികം ഭംഗിയായി ഏറെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവരങ്ങിൽ ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും അതുപോലെ ഗംഗാ ശശിധരൻ എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ വയലിൻ കച്ചേരി ഉൾപ്പെടെ നാടകം, ബാലെ, ഗാനമേള അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഗംഭീര പരിപാടികളാണ് നടത്തുവാൻ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത്. തിരുവുത്സവത്തിന്റെ ഭാഗമായി സംഗീത സദസ്സ്, ചാക്യാർകൂത്ത്, ബാലെ, ഭക്തിഗാനമേള, കഥകളി, ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഏപ്രിൽ 6 രാത്രി 8:30 മുതൽ കുമാരി ഗംഗാ ശശിധരന്റെ വയലിൻ കച്ചേരി ഗംഗാതരംഗം അരങ്ങേറും. പൊൻകുന്നത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉപദേശക സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് എസ്.എം. സേതുരാജ്, വി.കെ. വാസുദേവൻ, കെ.വി. ശിവപ്രസാദ്, പി.വി. വേണുഗോപാൽ, കെ.വി. പ്രസന്നകുമാരൻ നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.